നമസ്കാരം. ഇടവേളയ്ക്ക് ശേഷം ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് 2 ഓപ്പറേഷനാണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്. ഈ 2 ഓപ്പറേഷനും ഇന്നലോടുകൂടി തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒന്ന് ഓപ്പറേഷൻ ലാൻഗ്ര, മറ്റൊന്ന് ഓപ്പറേഷൻ കലാസ്. ഓപ്പറേഷൻ ലാൻഗ്ര എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റവാളികളുടെ കാലിൽ വെടിവെച്ച് അവരെ പിടികൂടുന്ന ഒരു രീതിയാണ് ഓപ്പറേഷൻ ലാൻഗ്ര എന്ന് പറയുന്നത്. അതേസമയം ഓപ്പറേഷൻ കലാസ് എന്ന് പറയുന്നത് കുറ്റവാളികളെ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലുന്ന ഒരു രീതിയാണ് ഓപ്പറേഷൻ കലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ UPയിൽ നടന്നത് 20 എൻകൗണ്ടറുകളായിരുന്നു. സംഘടിത കുറ്റകൃത്യങ്ങളോട് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നയം പാലിക്കണമെന്നാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഓപ്പറേഷൻ ലാൻഗ്ര, ഓപ്പറേഷൻ ഖലാസ് എന്നിവയുടെ ഭാഗമായുള്ള വ്യാപകമായ നടപടി ഇപ്പോൾ UP പോലീസ് തുടങ്ങിയത്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ബുലന്ദ് ഷഹർ, അതോടൊപ്പം തന്നെ ഷംലി, കാൺപൂർ, സഹാറൻപൂർ, ലക്നൗ, ബാഗ്പത്ത്, മുസാഫർ നഗർ, ഖൊറഗ്പൂർ, ഹാംപൂർ, മിററ്റ് തുടങ്ങിയ ജില്ലകളിലെ വാറന്റ് ക്രിമിനലുകളെ ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ സംഘങ്ങൾ ഇപ്പോൾ ഓപ്പറേഷൻ നടത്തിയത്. സംസ്ഥാന തലത്തിൽ ഈ ഓപ്പറേഷൻ വ്യാപിപ്പിച്ചതായും മോഷണങ്ങൾ, കൊലപാതകങ്ങൾ, കവർച്ച എന്നിവ നടത്തുന്ന ഗുണ്ടാ സംഘങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നുവെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഷംലി ജില്ലയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ 4 ഏറ്റുമുട്ടലുകളാണ് നടന്നത്. ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ള 6 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാൺപൂർ നഗരപരിധിക്കുള്ളിൽ 2 വെടിവെപ്പുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സഹാറൻപൂർ, അതോടൊപ്പം തന്നെ ലക്നൗ, ബാഗ്പത്ത്, മുസാഫർ നഗർ, ഹാംപൂർ, മിററ്റ് എന്നിവിടങ്ങളിൽ പോലീസും ആയുധധാരികളായ പ്രതികളും തമ്മിലാണ് വെടിവെപ്പ് നടന്നത്. ഞായറാഴ്ച രാത്രി നഗലേപാഡ് കാട്ടിൽ വെച്ചാണ് ഏറ്റവും നാടകീയമായ ഒരു ഏറ്റുമുട്ടൽ തന്നെ ഉണ്ടായത്. 30-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഗുണ്ടാ സംഘം ഇന്ദർപാലിനെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംഘം വളയുകയായിരുന്നു. 1 മണിക്കൂർ നീണ്ടുനിന്ന വെടിവെപ്പിലാണ് ഇന്ദർപാൽ കൊല്ലപ്പെട്ടത്. പശ്ചിമ ഉത്തർപ്രദേശിലെ സംഘടിത ക്രിമിനൽ ശൃംഖലകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്ദർപാലിന്റെ മരണമെന്നാണ് പോലീസ് പറയുന്നത്. ഗോരഖ്പൂരിൽ ഗ്രാമത്തലവനെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് 2 പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. തുടർന്ന് നടന്ന ആക്രമണത്തിൽ 2 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 2 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇപ്പോഴും സംഭവസ്ഥലത്ത് കർശനമായ പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ്. സംസ്ഥാനത്തുടനീളം 14,000-ലധികം ഏറ്റുമുട്ടലുകൾ നടന്ന 8 വർഷത്തെ വലിയ ഒരു ഓപ്പറേഷന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ 239 കുറ്റവാളികൾ കൊല്ലപ്പെടുകയും 9,400-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉത്തർപ്രദേശ് ഒരു കുറ്റവാളിക്കും സുരക്ഷിത താവളം നൽകില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയത്. നിയമലംഘകരെ കർശനമായി നേരിടുകയും നിയമവിരുദ്ധമായി ആയുധമെടുക്കുന്നവർക്ക് പോലീസ് അർഹിക്കുന്ന മറുപടി തന്നെ നൽകുമെന്നാണ് യോഗി പറയുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.